ഇത് ഞങ്ങളുടെ മാനസികമായ ചെറിയ പ്രശ്നം. ഞങ്ങളുടെ അമ്മായിക്ക് വല്ലാണ്ട് കൂടുമ്പോൾ ഞങ്ങൾ ഹലോ, അപ്പൊ നമുക്ക് ലോട്ടർ ഫ്രൈസ് കഴിക്കാൻ പോയാലോ? ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ എടുത്തിന് പുഷ്പലത ചേച്ചി. അപ്പൊ നമുക്കൊരു കുഞ്ഞു വീഡിയോ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഷോട്ട് എടുത്തേക്കാണ് ഓല്. അപ്പൊ ഒരു മൊമോസ് വാങ്ങാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ വീഡിയോ എടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ പൈസയൊക്കെ പിരിച്ചിലെടുത്തി എവിടേക്ക് എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇതാ ഓരോരുത്തർ മുന്നിലടക്കും ഓരോരുത്തർ ബാക്കിലടക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ ചെരുപ്പിൻ്റെ ഓരോരോ ഷോകളാണിത്. ഞങ്ങൾ കോളേജിൽ പോകുമ്പോൾ ഒരു വലിയൊരു കയറ്റുണ്ട്. കയറ്റൊക്കെ ഇത് ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങൾ കടയിൽ കയറി ഇച്ചിരി കുർക്കുറ് വാങ്ങാണ്ടിരുന്നു. അതിന് കയറിയതാണ്. പിന്നെ ഇതാ ബസ് സ്റ്റോപ്പിലെത്തി. അപ്പോൾ കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടി. അപ്പോൾ അതിൽ തൂങ്ങി പിടിച്ച് കയറി. ബസ്സൊക്കെ ഇറങ്ങിയപ്പോൾ കണ്ടില്ല എൻ്റെ ഫ്രണ്ടിനെ അങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടികളെ പോലെ കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളിതാ കുറച്ച് നേരം നേലൊക്കെ നോക്കിയിട്ട് 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതാ കടയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മേലേക്ക് കയറിയിട്ട് സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് സൗണ്ട് ബോക്സൊക്കെ തന്നപ്പോൾ ഞങ്ങൾ അതിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ജില്ലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ അവനാൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് മാറ്റിയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അങ്ങോട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ലാസ്റ്റ് തിന്നത്. റിസൊക്കെ മാക്കം തിന്നുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മാനസികമായ ചെറിയ പ്രശ്നം. ഞങ്ങളുടെ അമ്മായിക്ക് വല്ലാണ്ട് കൂടുമ്പോൾ ഞങ്ങൾ വല്ല ശാന്തമായിട്ടുള്ള ഐലൻഡിൽ. അങ്ങനെ സാലിയും ടീംസും ഒക്കെ നല്ല ഫുഡ് അടിയായിരുന്നു. അങ്ങനെ ഇരുന്നിട്ടും ചിലവരിങ്ങനെ കുത്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ റിസനെ പറ്റിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല. പിന്നെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്തിട്ട് പോവാണ്. ഇന്ന് ഇത്രയുള്ളൂ. ബൈ.